നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം പകുതിയെങ്കിലും ആക്കിയില്ല എങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സുസ്ഥിര വികസനം സാധ്യമല്ല എന്നും പറഞ്ഞൊരു പോസ്റ്റ് ഞാൻ കണ്ടു ഫേസ്ബുക്കിൽ. ഏതാണ്ട് 1400ഓളം പേര് ഷെയർ ചെയ്ത 1700ഓളം പേര് കമൻറ്റ് ചെയ്തൊരു പോസ്റ്റായിരുന്നു അത്. ആ പോസ്റ്റിൽ പറഞ്ഞ കാര്യം സത്യമാണോ? നമുക്ക് പരിശോധിക്കാം. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥർ വർക്ക് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ മേഖലയിലാണ്. അതായത് ഗവൺമെൻറ് സ്കൂളുകളും കോളേജുകളും എയ്ഡഡ് അടക്കമുള്ള സ്ഥാപനങ്ങൾ ഇതിനകത്ത് വരും. ഏതാണ്ട് 2,41,000 ആളുകളാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അതിൽ അധ്യാപകരും അനധ്യാപകരും അടക്കമുള്ള ആളുകൾ വരും. നമ്മൾ ഇതിനെ പകുതിയാക്കുമെന്ന് വിചാരിക്കാം. അതായത് 2,41,000 എന്നുള്ളത് 1,21,000 കുറച്ചു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? നമുക്ക് നല്ല രീതിയിൽ കാശ് സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ 50 പേർക്കൊരു അധ്യാപകൻ എന്ന നിലയിലോ അല്ലെങ്കിൽ 60 പേർക്ക് ഉള്ളൊരു അധ്യാപകൻ എന്ന നിലയിലോ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് 100 പേർക്കൊരു അധ്യാപകൻ എന്ന നിലയിലേക്ക് നമ്മളുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലത്തെ അവസ്ഥ മാറും. ചുരുക്കി പറഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികളെ പഠിക്കാൻ അയക്കുന്ന മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടിക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്താൻ പറ്റാതെ പോകും. അത് കേരളം ഇന്ന് വരെ നേടിയ പുരോഗതിക്ക് തുരങ്കം വെക്കും. അതാണ് ഇവിടെ സംഭവിക്കുക. ഇനി അടുത്ത വകുപ്പ് നോക്കാം. അടുത്ത വകുപ്പ് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് ഹോമാണ്, അതായത് ആഭ്യന്തര വകുപ്പ്. അതിൽ പോലീസുകാരും ഫയർഫോഴ്സും അടക്കമുള്ള സകല കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഈ നമ്പർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് കേസുകൾ കോടതികളിൽ പെൻഡിങ് ആണ്. അപ്പോൾ ഇനി ഇതിലുള്ള ആളുകളുടെ എണ്ണം കൂടി കുറച്ച് എന്ത് സംഭവിക്കും? ഇനിയും അതായിരിക്കും കൂടും. പ്രത്യേകിച്ച് സിവിൽ കേസിലൊക്കെ 10-20 വർഷം എടുക്കുന്നത് 50-60 വർഷം എടുക്കുന്ന അവസ്ഥയിലേക്ക് പോകും. ഇനി പോലീസുകാരുടെ എണ്ണം കുറച്ച് എന്ത് സംഭവിക്കുക? ഇവിടുത്തെ ലോ എൻഫോഴ്സ്മെൻറ്റ് തകരാറിലാവും. ഇതാണ് സംഭവിക്കുക. ഇനി ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത്. അതായത് 63,000 പേര്. ഇവിടെ ഒരു 30,000 പേരാക്കി നമ്മൾ ചുരുക്കുന്നു വിചാരിക്കുക. അതായത് നേഴ്സുമാരെയും ഡോക്ടർമാരെയൊക്കെ സർക്കാർ ആശുപത്രിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുക? നമുക്ക് സർക്കാർ ആശുപത്രിയിൽ നിന്ന് ക്വാളിറ്റി കെയർ കിട്ടാതെ വരും. അപ്പോൾ പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് മരിക്കുക അല്ലാതെ നിവൃത്തി ഉണ്ടാവില്ല. പണക്കാരായിട്ടുള്ള ആളുകൾക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയ്ക്കുന്നത് കൊണ്ട്, അതായത് ഏറ്റവും കൂടുതൽ ആളുകളുള്ള വകുപ്പുകളിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയ്ക്കുന്നതുകൊണ്ട് ആർക്കാണ് ബെനിഫിറ്റ് ഉണ്ടാവുക? തീർച്ചയായും സ്വകാര്യ മേഖലയ്ക്ക് മാത്രമായിരിക്കും അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടാവുക. സർക്കാരിന് ആകെ പറയാൻ പറ്റുന്നൊരു സംഭവം നമ്മൾ കുറച്ച് പണം സേവ് ചെയ്തു എന്നുള്ളതായിരിക്കും. പക്ഷേ നമ്മളുടെ ലൈഫ് എക്സ്പെക്റ്റൻസിയിലും ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റിലും തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾക്ക് വരുന്ന നഷ്ടം കണക്കിലെടുത്താൽ, അല്ലെങ്കിൽ ക്വാളിറ്റി കെയറിൽ നമ്മൾ ഒരു രോഗിക്ക് കിട്ടേണ്ട 50,000 കിട്ടേണ്ട സർവീസ് അവർ 3 ലക്ഷത്തിനോ 4 ലക്ഷത്തിനോ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നേടുന്നതിൻ്റെ കണക്കെടുത്താൽ അതൊരു ലാഭമേ ഇല്ല എന്നുള്ളതായിരിക്കും നമുക്ക് വരുന്ന അസസ്മെൻറ്റ്. അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം വെട്ടിക്കുറച്ച് കേരളത്തിൻ്റെ വികസനം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് മണ്ടൻ ഐഡിയ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതൊരു ഉട്ടോപ്യൻ ഐഡിയ എന്ന് വേണം പറയാൻ. ഇതാണ് എനിക്ക് ഈ ഒരു കാര്യത്തോട് റിയാക്ട് ചെയ്യാനുണ്ടായിരുന്നത്. ഈ ഒരു വിഷയത്തിൽ ഞാൻ സർപ്രൈസ്ഡ് ആയിട്ടൊരു കാര്യം, എനിക്കറിയുന്ന വളരെ നല്ല രീതിയിൽ ചിന്തിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ച പല ആളുകളും ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ഇത്തരം കാര്യങ്ങൾ, അതായത് നമ്മളുടെ സർക്കാർ സർവീസിലുള്ള ആളുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലേക്കുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എത്രത്തോളം മനസ്സിലാക്കിയിട്ടാണ് അവർ ഇത് പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. താങ്ക് യു.